നമസ്കാരം. സമാന്തരങ്ങൾ എന്ന സിനിമയ്ക്ക് തീരുമാനിച്ച മികച്ച ചിത്രത്തിനും സംവിധായകനും നടനുമുള്ള ദേശീയ പുരസ്കാരങ്ങൾ ജൂറിയിലെ മലയാളി അംഗം അടക്കമുള്ളവർ ചേർന്ന് അവസാന നിമിഷം അട്ടിമറിച്ചുവെന്ന് നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ ആരോപിച്ചിരുന്നു. ബാലചന്ദ്ര മേനോൻ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിസ്ഥാനത്ത് വരുന്നത് KR മോഹനനാണ്. അന്നത്തെ ജൂറിയിൽ ഉണ്ടായിരുന്ന ദേവേന്ദ്ര ഖണ്ടേൽവാൾ വെളിപ്പെടുത്തുന്ന വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ഏകദേശം 3 പതിറ്റാണ്ട് മുൻപത്തെ സംഭവം സംബന്ധിച്ച് ബാലചന്ദ്ര മേനോന്റെ ആരോപണം. എന്നാൽ ഇടപെട്ടവരുടെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല. സിനിമാ ജീവിതത്തിന്റെ അരനൂറ്റാണ്ട് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായുള്ള മാധ്യമ സംവാദത്തിലായിരുന്നു ബാലചന്ദ്ര മേനോന്റെ വെളിപ്പെടുത്തൽ. പുരസ്കാരം സ്വീകരിക്കാൻ ഡൽഹിയിലെത്തിയ എന്നെ വന്നു പരിചയപ്പെട്ട ഖണ്ടേൽവാൾ കുറ്റബോധത്തോടെ ഒരു ഭാരം ഇറക്കി വെക്കാനുണ്ടെന്ന് അറിയിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞതെന്നും ബി സരോജാദേവി അധ്യക്ഷയായ ജൂറിയാണ് പുരസ്കാര നിർണയം നടത്തിയതെന്നും അദ്ദേഹം പറയുന്നു. ഭാര്യ നിർമ്മിച്ച സമാന്തരങ്ങൾക്ക് മികച്ച സിനിമയ്ക്കും എനിക്ക് മികച്ച സംവിധായകന് നടനുമുള്ള അവാർഡുകൾ നൽകാനായിരുന്നു ജൂറിയുടെ തീരുമാനം. നടനുള്ള പുരസ്കാരം എനിക്ക് മാത്രമായിരുന്നു. എന്നാൽ തീരുമാനം ഉറപ്പിക്കുന്ന ഘട്ടമെത്തിയപ്പോൾ 3 പ്രധാന അവാർഡുകളും ഒരു സിനിമയ്ക്ക് നൽകുന്നതിനെ എതിർത്തുകൊണ്ട് ഏതാനും പേർ അട്ടിമറിച്ചെന്നും ഖണ്ടേൽവാൾ പറഞ്ഞു. ആ അട്ടിമറിയിൽ മലയാളി ജൂറി അംഗവും ഉണ്ടായിരുന്നു എന്നത് ഞെട്ടിച്ചെന്നുമാണ് ഖണ്ടേൽവാൾ വ്യക്തമാക്കിയത്. പിന്നീടാണ് അക്കാര്യം അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞത്. പക്ഷെ ഞാനത് ഇതുവരെ പരസ്യപ്പെടുത്തിയിരുന്നില്ല എന്നും ബാലചന്ദ്ര മേനോൻ പറഞ്ഞു. അന്ന് ജൂറിയിലുണ്ടായിരുന്ന മലയാളി KR മോഹനനായിരുന്നു. 1998 സമാന്തരങ്ങൾ ദേശീയ പുരസ്കാര പട്ടികയിൽ ഇടം നേടിയത്. മികച്ച കുടുംബക്ഷേമ ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. മികച്ച നടനുള്ള പുരസ്കാരം ബാലചന്ദ്ര മേനോനും സുരേഷ് ഗോപിയും പങ്കിട്ടു. കളിയാട്ടത്തിലൂടെ ജയരാജനാണ് സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. കന്നഡയിലെ തായി സാഹേബ് മികച്ച ചിത്രമായി. 45ാമത് ദേശീയ അവാർഡ് ജൂറിയെയാണ് ബാലചന്ദ്ര മേനോൻ സംശയത്തിൽ നിർത്തുന്നത്. ഈ ജൂറിയിൽ KR മോഹനനായിരുന്നു മലയാളി അംഗം. അവാർഡ് നിശ്ചയം പൂർത്തിയായപ്പോൾ ഞാനായിരുന്നു മികച്ച നടൻ, ഞാൻ മാത്രം. എന്റേതായിരുന്നു മികച്ച ഫീച്ചർ ഫിലിം, ഞാനായിരുന്നു മികച്ച സംവിധായകൻ. 3 പുരസ്കാരവും ബാലചന്ദ്ര മേനോന് എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കേണ്ട സമയമായപ്പോഴാണ് തിരിമറി നടന്നത്. 3ഉം സമാന്തരങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയേനെയെന്നും ബാലചന്ദ്ര മേനോൻ പറയുന്നു. സംവിധായകനും ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാനുമായ KR മോഹനനെയാണ് ബാലചന്ദ്ര മേനോൻ ലക്ഷ്യമിടുന്നത്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങിയ മോഹനൻ മലയാളത്തിലെ സമാന്തര സിനിമകളുടെ ശക്തനായ വക്താവായിരുന്നു. അശ്വത്ഥാമ, പുരുഷാർത്ഥം, സ്വരൂപം എന്നിവയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ശ്രദ്ധേയ ചിത്രങ്ങൾ. 2009 കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഗൗരിയമ്മയുടെ ജീവിതം പറഞ്ഞ ഡോക്യുമെന്ററി ഉൾപ്പെടെ 10ഓളം ഡോക്യുമെന്ററികളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം പോരാടിയ കലാകാരൻ കൂടിയാണ് മോഹനൻ. കലാമൂല്യമുള്ള സിനിമയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് പുലർത്തിയ മോഹനൻ പുരോഗമന പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിച്ച വ്യക്തിത്വമാണ്. ഇത്തരത്തിലൊരു വ്യക്തിക്കെതിരെയാണ് ആരോപണം. 2017 മോഹനൻ അന്തരിച്ചു. മലയാളം നവസിനിമയ്ക്ക് പുരുഷാർത്ഥം പകർന്ന സംവിധായകനാണ് മോഹനൻ എന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ മോഹനന്റെ അടുത്ത സുഹൃത്തുക്കൾ ബാലചന്ദ്ര മേനോന്റെ ആരോപണത്തോട് പ്രതികരിക്കുമോ എന്നതാണ് നിർണായകം. മാടമ്പ് കുഞ്ഞിക്കുട്ടന്റെ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച അശ്വത്ഥാമാവ് സിനിമയ്ക്ക് 1978 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു. CV ശ്രീരാമന്റെ ഇരിക്കപ്പിണ്ടം ചെറുകഥയെ ആസ്പദമാക്കിയുള്ള പുരുഷാർത്ഥ സിനിമയ്ക്ക് 88 സംസ്ഥാന അവാർഡ് ലഭിച്ചു. പുരുഷാർത്ഥത്തിലും 92 പുറത്തിറങ്ങിയ സ്വരൂപത്തിന് മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ദേശീയ അവാർഡും ലഭിച്ചിരുന്നു.